നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനി രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 109 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 110 ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. അക്കാലത്തുടനത്യപൂർവമുളവായർക്കോപരാഗം തഥാ ചൊൽക്കൊള്ളുന്ന സമന്ത പഞ്ചക മഹാതീർത്ഥത്തിനെത്തും വിഭോ. അഗ്രേ ബന്ധുജനങ്ങളൊക്കെ അവിടെ കൂടി സുഖിച്ചൊട്ടു നാളച്ഛൻ്റെ യജനം കഴിച്ചു പുരിയിൽ പോരും ഹരേ പാഹിമാം. അക്കാലത്ത് ഒരിക്കൽ അത്യപൂർവമായ ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. അതാണ് അക്കാലത്തുടൻ അത്യപൂർവമുളവായ അർക്കോപരാഗം തഥാ. ഉപരാഗം എന്ന് വെച്ചാൽ ഗ്രഹണം എന്നാണ് അർത്ഥം. അർക്കോപരാഗം സൂര്യഗ്രഹണം ഉണ്ടായി. അപ്പോൾ ചൊൽക്കൊള്ളുന്ന സമന്ത പഞ്ചക മഹാതീർത്ഥത്തിനെത്തും വിഭോ. വളരെ പ്രസിദ്ധിയാർജിച്ച സമന്ത പഞ്ചക മഹാതീർത്ഥം. ഇത് പണ്ട് പരശുരാമൻ തൻ്റെ അച്ഛനെ വധിച്ചതിൽ ക്ഷുഭിതനായിട്ട് അധമരായ ക്ഷത്രിയ രാജാക്കന്മാരെ 21 വട്ടം നിഗ്രഹിച്ച് അവരുടെ രക്തം കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൽ 5 ഹൃദങ്ങൾ ഉള്ളതുകൊണ്ടാണ് സമന്ത പഞ്ചകം എന്ന പേരുണ്ടായതത്രേ. പരശുരാമൻ ഈ ക്ഷത്രിയ രാജാക്കന്മാരെ വധിച്ച് അവരുടെ രക്തം കൊണ്ടാണ് പിതൃതർപ്പണം നടത്തിയത്. ആ ഹൃദങ്ങളാണ് ഇത് എന്നാണ് കഥ. ഈ പിതൃക്കളുടെ അനുഗ്രഹത്താൽ പരശുരാമൻ ഈ സമന്ത പഞ്ചകത്തിനെ പുണ്യതീർത്ഥമാക്കി തീർത്തു. ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് തർപ്പണം അർപ്പിച്ചാൽ സർവ പാപങ്ങളും തീരുമെന്നും ബലി കർമ്മം അനുഷ്ഠിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കും എന്നും വളരെ പ്രസിദ്ധമാണ്. ഈ പുണ്യതീർത്ഥത്തിൽ സൂര്യഗ്രഹണ സമയത്ത് ബലിതർപ്പണാദികൾ ചെയ്യാൻ വേണ്ടി ഇന്നും ധാരാളം ജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. അടുത്ത വരി, അഗ്രേ ബന്ധുജനങ്ങളൊക്കെ അവിടെ കൂടി സുഖിച്ചൊട്ടു നാൾ അച്ഛൻ്റെ യജനം കഴിച്ചു. ഈ തീർത്ഥസ്ഥാനത്തിലേക്ക് തൻ്റെ ബന്ധുജനങ്ങളെയൊക്കെ തന്നെ അഗ്രേ മുൻപേ തന്നെ പറഞ്ഞയച്ച് അവിടെ വെച്ച് അച്ഛൻ്റെ യാഗവും നടത്തി. അതായത് വസുദേവര് അവിടെ വെച്ച് ചില യാഗങ്ങൾ ചെയ്തു. ഈ സൂര്യഗ്രഹണ സമയത്ത് ബലിതർപ്പണാദികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ജനങ്ങൾ സമന്ത പഞ്ചകത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. സകല മഹർഷിമാരും രാജാക്കന്മാരും, അതായത് ഹസ്തിനപുരിയിൽ നിന്ന് ധൃതരാഷ്ട്ര, വിദുര, ദുര്യോധനൻ തുടങ്ങിയ കൗരവന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ പത്നിമാര് ഭീഷ്മര്, ദ്രോണര്, ശല്യര്, അതുമാതിരി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പാണ്ഡവര്, കുന്തിദേവി, പാഞ്ചാലി, ദ്വാരകയിൽ നിന്ന് വസുദേവര്, കൃഷ്ണൻ, ബലരാമൻ, ഉഗ്രസേനൻ, ദേവകി, രോഹിണി, കൃഷ്ണപത്നിമാര്, വൃന്ദാവനത്തിൽ നിന്ന് നന്ദഗോപര്, യശോദ, അതുപോലെ തന്നെ മറ്റു ഗോപീഗോപന്മാര്, ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വളരെയധികം ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ അവിടെ തീർത്ഥസ്നാനം ചെയ്ത് പിതൃകർമ്മങ്ങളും ദാനങ്ങളും ഒക്കെ നടത്തി ഉപവാസം അനുഷ്ഠിച്ച് ഒട്ടുനാൾ സുഖിച്ചിട്ട്, അതായത് കുറച്ചു നാള് അവിടെ താമസിച്ച് സുഖിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായിരുന്നു ഈ ബന്ധുക്കളൊക്കെ തമ്മിൽ കണ്ടിട്ട്. അപ്പം എല്ലാവരും കൂടി അവിടെ കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി ഓർമ്മകളൊക്കെ പുതുക്കി കുറച്ചു നാള് അവിടെ സമന്ത പഞ്ചകതീർത്ഥത്തിൽ സുഖമായി താമസിച്ചു. അന്ന് വൃന്ദാവനത്തിൽ നിന്ന് പോന്ന ശേഷം ഗോപീഗോപന്മാരൊക്കെ കൃഷ്ണനെ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. യശോദ പോലും അന്ന് വൃന്ദാവനത്തിൽ നിന്ന് പോന്ന ശേഷം കൃഷ്ണനെ കാണുന്നത് ഈ സമന്ത പഞ്ചകതീർത്ഥ സ്ഥാനത്തിന് വന്നപ്പോഴാണ്. അതാണ് ഈ 3-ാമത്തെ വരിയിൽ പറഞ്ഞ ഒട്ടുനാൾ സുഖിച്ചു എന്ന്. കുറച്ചു കാലം എല്ലാവരും കൂടി സ്നേഹം പുതുക്കി അവിടെ താമസിച്ചു എന്ന്. ഈ പുണ്യ തീർത്ഥത്തിൽ വെച്ച് ദോഷശാന്തിക്കായി വസുദേവർ ഋഷിപുങ്കവന്മാരുടെ ഉപദേശപ്രകാരം ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പുത്രനായി ലഭിച്ചിരിക്കെ ഈ യാഗത്തിൻ്റെ ആവശ്യം ഇല്ല എങ്കിലും
മാതാപിതാക്കളുടെ ആ ആഗ്രഹം സാധിക്കാനായി കൃഷ്ണൻ ആ യാഗം വിധിപ്രകാരം തന്നെ നിർവഹിച്ചു. എന്നിട്ട് പുരിയിൽ പോരും ഹരേ പാഹിമാം, പുരിയിലേക്ക്, ദ്വാരകാപുരിയിലേക്ക് തിരിച്ചു വന്ന ഹരേ മഹാവിഷ്ണു പാഹിമാം, എന്നെ രക്ഷിച്ചാലും. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തങ്കൈന്നു പറിച്ചു കംസന ശുഭം ചെയ്തോരു പൈതങ്ങളെ സന്തോഷത്തോടു കാൺകയിൽ കുതുകമുണ്ടമ്മയ്ക്കതും കൊണ്ടു നീ. തങ്കൽ ഭക്തിമതാം വരിഷ്ഠനസുരൻ വാഴുന്ന ലോകത്തു പോയി കൊണ്ടെന്നമ്മയനുഗ്രഹിച്ചതു മുദാമൂർധ്നാ ലഭിച്ചിടിനാൻ. തങ്കൈന്നു പറിച്ചു കംസൻ അശുഭം ചെയ്തോരു പൈതങ്ങളെ. ഇവിടെ ദേവകിയും വസുദേവരെയും കാരാഗൃഹത്തിൽ അടച്ചിരുന്ന സമയത്ത് ദേവകിയുടെ കയ്യിൽ നിന്ന് കംസൻ കുട്ടികളെ ബലമായിട്ട് അപഹരിച്ചു കൊന്നു. ആ കുട്ടികളെ കംസൻ അശുഭം ചെയ്തോരു പൈതങ്ങളെ, കംസൻ അങ്ങനെ വധിച്ച ആ കുട്ടികളെ, ആ 6 കുട്ടികൾ സന്തോഷത്തോടു കാൺകയിൽ കുതുകമുണ്ടമ്മയ്ക്കതും കൊണ്ടു നീ. അമ്മയ്ക്ക്, അതായത് ഇവിടെ ദേവകിക്ക് ആ കുട്ടികളെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് അറിഞ്ഞിട്ട് നീ, അതായത് കൃഷ്ണൻ, തങ്കൽ ഭക്തിമതാം വരിഷ്ഠൻ അസുരൻ വാഴുന്ന ലോകത്ത് പോയി, തന്നിൽ ഏറ്റവും ഭക്തിയോടുകൂടിയിരിക്കുന്ന വരിഷ്ഠനായിട്ടുള്ള അസുരൻ, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അസുരൻ, അതായത് ബലി, മഹാബലി ഏറ്റവും ശ്രേഷ്ഠനാണല്ലോ, തന്നെ തന്നെ ഭഗവാന് സമർപ്പിച്ച ആളാണ് മഹാബലി. ആ മഹാബലി വാഴുന്ന ലോകത്ത് പോയി, അദ്ദേഹം വാഴുന്നത് സുതലത്തിലാണ്. ആ സുതലത്തിൽ പോയിട്ട് കൊണ്ടുവന്നു, 6 പേരെയും കൊണ്ടുവന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ആ കുട്ടികളെ കണ്ടപ്പോൾ അമ്മയായ ദേവകീദേവി സന്തോഷത്തോടെ നൽകിയ അനുഗ്രഹവും കൃഷ്ണന് ലഭിച്ചു. കൃഷ്ണന് മുൻപ് ദേവകീദേവിക്ക് ഉണ്ടായ 6 പുത്രന്മാരുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഇവര് 6 പേരും ബ്രഹ്മപുത്രനായ മരീചി മഹർഷിക്ക് ഉണ്ടായ പുത്രന്മാരായിരുന്നു. ഇവര് ബ്രഹ്മജ്ഞർക്ക് യോജിക്കാത്ത വിധത്തിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നത് കണ്ട് ബ്രഹ്മാവ് ഇവരെ അസുരരായി തീരട്ടെ എന്ന് ശപിച്ചു. ആ ശാപം മൂലം ഇവര് 6 പേരും ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായിട്ടാണ് ജനിച്ചത്. ഹിരണ്യകശിപുവിൻ്റെ ഭക്തോത്തമനായ ഒരു പുത്രനെ കുറിച്ച് നമുക്കറിയാം, പ്രഹ്ലാദൻ. പ്രഹ്ലാദന്റെ ജ്യേഷ്ഠന്മാരായിട്ടായിരുന്നു ഇവര് ജനിച്ചത്. ഇവിടെ മഹാവിഷ്ണു നരസിംഹമായിട്ട് അവതരിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ചു എന്ന കഥയൊക്കെ നമുക്കറിയാം. ഈ 6 പേരും മഹാബലിയുടെ കാലത്തും അവിടെ ജീവിച്ചിരുന്നു. ഇവരാരും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. ഏതാണ്ട് ശാപമോക്ഷത്തിൻ്റെ സമയമായപ്പോൾ ഇവര് ദേവകീദേവിയുടെ ഉദരത്തിൽ വന്ന് പിറന്ന് ജനിച്ച ഉടൻ തന്നെ കംസനാൽ വധിക്കപ്പെടുകയും ചെയ്തു. അവര് ഇപ്പോൾ ഈ മഹാബലിയുടെ വാസസ്ഥലമായ സുതലത്തിലാണ് വസിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ശാപമോക്ഷത്തിനുള്ള സമയമായിട്ടുണ്ട്. ആ സമയത്താണ് കൃഷ്ണൻ തൻ്റെ യോഗ ബലത്താൽ സുതലത്തിലെത്തി ഈ കുട്ടികളെ, ഈ 6 പേരെയും മഹാബലിയോട് തനിക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഈ പുത്രന്മാരെ ദേവകി ദേവിയുടെ മുന്നിൽ കൊണ്ടു നിർത്തി കാണിച്ചു കൊടുത്തു. അപ്പോൾ അസുരരൂപത്തിലുള്ള ആ പുത്രന്മാരെ കണ്ടിട്ട് ദേവകി ദേവിക്ക് ദുഃഖം തോന്നി. എങ്കിലും തൻ്റെ പുത്രന്മാരാണല്ലോ എന്ന് വിചാരിച്ച് അവരെ ആശ്ലേഷിച്ചു. ആ സമയം അവരുടെ ആ അസുരരൂപം മാറുകയും പൂർവ്വരൂപം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ശാപമോക്ഷം ലഭിച്ച അവർ ദേവകിയെ നമസ്കരിച്ച് തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് കഥ. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ